എല്ലാ ക്രിസ്തു സഹോദരീ സഹോദരന്മാർക്കും സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയുടെ പുതിയൊരു ഭാഗത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അതെ, അധ്യായം 22. മോറിയ മലയിലെ ആ സംഭവം, അബ്രഹാമിന്റെ വിശ്വാസം, അതിന്റെ ഒരു പരമമായ പരീക്ഷണം തന്നെ, അല്ലേ? ശരിയാണ്. ഒപ്പം ദൈവത്തിന്റെ അത്ഭുതകരമായ കരുതലും അവിടെ വെളിപ്പെടുന്നുണ്ട്. നമുക്കതൊന്ന് ആഴത്തിൽ നോക്കാം. ഓക്കെ. അപ്പോ തൊട്ടുമുമ്പത്തെ അധ്യായം അത് ഇസ്ഹാക്കിന്റെ ജനനത്തെക്കുറിച്ചാണല്ലോ. വലിയ സന്തോഷത്തിന്റെ ഒരു സമയം. അതെ, വാഗ്ദത്ത സന്തതി ജനിച്ചു, എല്ലാം ശാന്തമായി പോകുന്നു എന്ന് തോന്നുമ്പോഴാണ് ശരിക്കും അപ്രതീക്ഷിതമായിട്ട് ഈ വിളി വരുന്നത്. ദൈവം വിളിക്കുന്നു, അബ്രഹാമേ. അബ്രഹാമിന്റെ മറുപടി ശ്രദ്ധിച്ചോ? ഇതാ ഞാൻ. എത്ര വർഷത്തെ ദൈവവുമായുള്ള ഒരു ബന്ധം ആ വാക്കിലുണ്ട്. എന്തിനും തയ്യാറെന്നൊരു ഭാവം. പക്ഷെ തൊട്ടു പിന്നാലെ വരുന്ന കൽപ്പന, അത് നമ്മളെ ശരിക്കും ഞെട്ടിക്കും. തീർച്ചയായും. ദൈവം പറയുകയാണ്, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതൻ, ആ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ടുപോകണം. എന്നിട്ടോ മോറിയ ദേശത്ത് ചെല്ലണം. അവിടെ പറയുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കണം. ഹോമയാഗം, അതായത് പൂർണ്ണമായും ദഹിപ്പിക്കുന്ന ബലി. ഓ, അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളൊന്ന് കാറും. കാരണം ഇസ്ഹാക്ക് വെറും ഒരു കുട്ടിയല്ലല്ലോ. അല്ലേയല്ല, വാർദ്ധക്യത്തിൽ കിട്ടിയ മകനാണ്. ദൈവം അത്ഭുതകരമായി കൊടുത്തതാണ്. പിന്നെ എല്ലാ വാഗ്ദാനങ്ങളും, സർവ്വജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നതൊക്കെ ഈ മകനിലൂടെയാണ് നടക്കേണ്ടത്. ആ വാഗ്ദാനത്തിന്റെ കേന്ദ്രബിന്ദുവിനെയാണ് യാഗം കഴിക്കാൻ പറയുന്നത്. ഒരു എക്സ്പ്ലനേഷനുമില്ല, ഒരു വിശദീകരണവും കൊടുക്കുന്നില്ല. അതാണ് പ്രധാനം. നമ്മുടെയൊക്കെ ഒരു യുക്തിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അബ്രഹാമിന്റെ പ്രതികരണം, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വചനത്തിൽ പറയുന്നത് അദ്ദേഹം ഒട്ടും താമസിച്ചില്ല എന്നാണ്. അതെ, അതിരാവിലെ എഴുന്നേറ്റു. ഒരു വാക്കുപോലും ദൈവത്തോട് തർക്കിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തില്ല. ഉടനെ ഒരുക്കങ്ങൾ തുടങ്ങി. യാത്രയ്ക്ക് വേണ്ടതൊക്കെ റെഡിയാക്കി, വിറക് കീറി, കഴുതയെ റെഡിയാക്കി, 2 വേലക്കാരരെ കൂട്ടി, മകനെയും കൂട്ടിയങ്ങിറങ്ങി. 3 ദിവസത്തെ യാത്രയാണ്. ആലോചിച്ചു നോക്കൂ, ആ 3 ദിവസം ആ പിതാവിന്റെ മനസ്സിൽ എന്തായിരിക്കും? ശരിക്കും ഊഹിക്കാൻ പ്രയാസം. ഒരു വശത്ത് ദൈവകൽപ്പന, മറുവശത്ത് സ്വന്തം മകൻ. ആ ഒരു സംഘർഷം. നിശബ്ദമായിട്ടായിരിക്കും ആ യാത്ര. അവസാനം ദൂരെ നിന്ന് ആ മല കാണുകയാണ്. അതെ. അപ്പൊ അദ്ദേഹം ഭൃത്യന്മാരോട് പറയുന്നൊരു വാക്കുണ്ട്, അത് ശ്രദ്ധേയമാണ്. എന്താണത്? നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിക്കുക, ഞാനും ബാലനും അവിടം വരെ ഒന്ന് പോയിട്ട് ആരാധന കഴിച്ചിട്ട് മടങ്ങിവരാം. അതാണ് പോയിന്റ്. യാഗം കഴിക്കാൻ പോകുവാണെങ്കിലും എങ്ങനെയോ ദൈവം ഇസ്ഹാക്കിനെ തിരിച്ചു തരും എന്നൊരു വിശ്വാസം അവിടെ കാണാം. അതെ, ഒരുപക്ഷെ മരിച്ചാലും ദൈവം ഉയർപ്പിക്കും എന്നുവരെ അദ്ദേഹം വിശ്വസിച്ചിരിക്കാം. എബ്രായ ലേഖനത്തിൽ അങ്ങനൊരു സൂചനയുണ്ടല്ലോ. ശരിയാണ്. എന്നിട്ടവർ മല കയറാൻ തുടങ്ങി. ഇസ്ഹാക്കിന്റെ തോളിലാണ് യാഗത്തിനുള്ള വിറക്. സ്വന്തം യാഗത്തിനുള്ള വിറകാണ് അവൻ ചുമക്കുന്നതെന്ന് അവൻ അറിയില്ലല്ലോ. അബ്രഹാമിന്റെ കയ്യിൽ തീയും കത്തിയുമുണ്ട്. അപ്പോഴാണ് ഇസ്ഹാക്കിന്റെ ആ ചോദ്യം വരുന്നത്. വളരെ നിഷ്കളങ്കമായൊരു ചോദ്യം. അപ്പാ, തീയും വിറകുമൊക്കെ ഉണ്ട്, പക്ഷേ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ഓ, ഒരപ്പന്റെ ചങ്ക് തകർന്നു പോകുന്ന ചോദ്യം. പക്ഷെ അബ്രഹാമിന്റെ മറുപടി, അതും പ്രവചന സ്വഭാവമുള്ളതാണ്. മകനെ, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. അപ്പോഴും അദ്ദേഹത്തിന് ഉറപ്പില്ല എങ്ങനെ അത് നടക്കുമെന്ന്. പക്ഷെ ദൈവം കരുതുമെന്നുള്ള വിശ്വാസം, അത് പ്രകടമാണ്. അതെ, അങ്ങനെ അവർ ആ സ്ഥലത്തെത്തി. ദൈവം പറഞ്ഞ സ്ഥലത്ത് അബ്രഹാം യാഗപീഠം പണിതു, വിറകടുക്കി വെച്ചു. എന്നിട്ടോ ആ നിമിഷം സ്വന്തം മകനെ കെട്ടി ആ വിറകിന്റെ മോളിൽ കിടത്തി, കത്തിയെടുത്തു, മകനെ അറുക്കാൻ വേണ്ടി കൈയോങ്ങി. അതാണ് ആ സമർപ്പണത്തിന്റെ പാരമ്യം. ദൈവസ്നേഹം സ്വന്തം മകനോടുള്ള സ്നേഹത്തേക്കാൾ വലുതാണെന്ന് തെളിയിക്കുന്ന നിമിഷം. പക്ഷേ ആ നിർണായക നിമിഷത്തിൽ, അതെ, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം. യഹോവയുടെ ദൂതൻ വിളിക്കുന്നു, അബ്രഹാമേ, അബ്രഹാമേ. എന്താണ് പറയുന്നത്? ആ കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനൊന്നും ചെയ്യരുത്. നിന്റെ ഒരേയൊരു മകനെ തരാൻ നീ മടിക്കാത്തതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. ഹോ, എന്ത് വലിയൊരു ആശ്വാസം! പരീക്ഷണം കഴിഞ്ഞു, അബ്രഹാം വിജയിച്ചു. അതെ, അപ്പോഴാണ് അബ്രഹാം തലയുയർത്തി നോക്കുന്നത്. അവിടെ ഒരു ആട്ടുകൊറ്റൻ, കൊമ്പ് ഒരു മുൾപടർപ്പിൽ കുടുങ്ങിക്കിടക്കുന്നു. ദൈവം നോക്കിക്കൊണ്ടു, പറഞ്ഞ വാക്ക് പാലിച്ചു, ഒരാട്ടിൻകുട്ടിയെ കൊടുത്തു. ശരിക്കും അബ്രഹാം ഉടനെ ഇസ്ഹാക്കിനെ അഴിച്ചുമാറ്റി ആ ആട്ടുകൊറ്റനെ യാഗം കഴിച്ചു. എന്നിട്ട് ആ സ്ഥലത്തിനൊരു പേരിട്ടു. അതെ, യഹോവ ഇരേ. അതിന്റെ അർത്ഥം യഹോവ കരുതും, അല്ലെങ്കിൽ യഹോവയുടെ പർവ്വതത്തിൽ അത് വെളിപ്പെടും എന്നാണ്. വലിയൊരു സത്യമാണത്. പ്രതിസന്ധിയുടെ മലമുകളിൽ
ത്യാഗത്തിന്റെ സ്ഥലത്ത് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടും. തീർച്ചയായും ഈ സംഭവം ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് പാഠങ്ങൾ തരുന്നുണ്ട്. ഒന്നാമതായി എനിക്ക് തോന്നുന്നത് ഈ തികഞ്ഞ അനുസരണം, അബ്സല്യൂട്ട് ഒബീഡിയൻസ്. ശരിയാണ്. നമ്മുടെ ബുദ്ധിക്കോ യുക്തിക്കോ ചിലപ്പോ ദഹിക്കാത്ത കാര്യങ്ങൾ ദൈവം പറഞ്ഞെന്നിരിക്കും. അപ്പോ ചോദ്യം ചെയ്യാതെ അനുസരിക്കുക, അതാണ് യഥാർത്ഥ വിശ്വാസം. അബ്രഹാം എന്തുകൊണ്ട് എന്ന് ചോദിച്ചില്ല, വേറെ വഴിയില്ലേ എന്ന് നോക്കിയില്ല. ഇതാ ഞാൻ എന്ന് പറഞ്ഞെങ്കിൽ അത് പൂർണ്ണമായിരുന്നു. നമ്മളോ പലപ്പോഴും ദൈവമായിട്ടൊരു വിലപേശലാണ്, അല്ലേ? ഇത് ചെയ്യാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്, അനുസരണം വൈകിപ്പിക്കും. അല്ലെങ്കിൽ നമുക്ക് സൗകര്യമുള്ള വചനങ്ങൾ മാത്രം എടുക്കും. അതെ, ഈ സംഭവം പറയുന്നത് വൈകിയ അനുസരണം അത് അനുസരണക്കേട് തന്നെയാണ്. ദൈവം എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഉടനടി ചെയ്യാനുള്ളൊരു മനസ്സ്, അതാണ് വേണ്ടത്. രണ്ടാമത്തെ കാര്യം, ത്യാഗവും ദൈവത്തിന്റെ കരുതലും തമ്മിലുള്ള ബന്ധം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ ഇസ്ഹാക്കുമാർ എന്ന് പറയാം. ചിലപ്പോൾ അത് നമ്മുടെ സമയമായിരിക്കാം, പണമായിരിക്കാം, കഴിവുകളായിരിക്കാം, സ്ഥാനമാനങ്ങൾ, ചില ബന്ധങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ തന്നെ. അതെന്താണോ അത് ദൈവത്തിനു വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് യഹോവ ഇരേ എന്ന അനുഭവമുണ്ടാകുന്നത്. നമ്മൾ പലപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്ന പലതും ഒരുപക്ഷെ ദൈവം നമ്മളിൽ നിന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നതാവാം. ശരിയാണ്. ത്യാഗമൊരു നഷ്ടമല്ല, അതൊരു കൈമാറ്റമാണ്. നശ്വലമായതിനെ ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം അതിനെ നിത്യമായ അനുഗ്രഹമാക്കി മാറ്റും. ഇസ്ഹാക്കിനെ കൊടുക്കാൻ തയ്യാറായപ്പോഴല്ലേ ദൂതൻ രണ്ടാമതും വന്ന് വലിയ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തത്? അതെ, നീ എന്റെ വാക്കനുസരിച്ചതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് സന്തതിയെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും വർദ്ധിപ്പിക്കുമെന്നും ഭൂമിയിലെ സകല ജാതികളും നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും ഉറപ്പുകൊടുത്തു. അപ്പോ നമ്മുടെ അനുസരണം അത് നമുക്ക് മാത്രമല്ല, തലമുറകൾക്ക് വരെ അനുഗ്രഹമാകും. മൂന്നാമത്തെ പാഠം ഈ ദൈവിക പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള ഒരു ശരിയായ കാഴ്ചപ്പാടാണ്. ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? ശിക്ഷിക്കാനാണോ? ഒരിക്കലുമല്ല. നമ്മുടെ വിശ്വാസം എത്രത്തോളമുണ്ടെന്ന് വെളിപ്പെടുത്താൻ, നമ്മളെ ശുദ്ധീകരിക്കാൻ, കൂടുതൽ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മളെ ഒരുക്കാനാണ്. അബ്രഹാമിന്റെ കാര്യത്തിൽ അതാണല്ലോ സംഭവിച്ചത്. അപ്പോ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ഞാൻ എന്ന ചോദ്യമല്ല വേണ്ടത്. അല്ല, കർത്താവേ, ഇതിലൂടെ അങ്ങ് എന്താണ് എന്നെ പഠിപ്പിക്കുന്നത്? ഇതിൽ അങ്ങയുടെ പദ്ധതി എന്താണ് എന്ന് ചോദിക്കണം. ഇസ്ഹാക്കിലെ പോലെ നമുക്കും ചോദ്യങ്ങളുണ്ടാകാം, സംശയങ്ങൾ വരാം. അതൊന്നും തെറ്റല്ല. പക്ഷേ അതെ, പക്ഷേ അബ്രഹാമിനെപ്പോലെ വിശ്വാസത്തോടെ മുന്നോട്ടു പോകണം. ഓരോ പ്രതിസന്ധിയും ദൈവത്തിന്റെ ആ കരുതൽ, യഹോവ ഇരേ, അതനുഭവിച്ചറിയാനുള്ളൊരവസരമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംഭവം മുഴുവൻ വരാനിരിക്കുന്ന ഒന്നിന്റെ നിഴലാണെന്നുള്ളതാണ്. ശരിയാണ്. കാൽവറിയിലെ യാഗത്തിന്റെ ഒരു മുൻകുറി. അതെങ്ങനെയാണ്? ഒന്നുകൂടി വ്യക്തമാക്കാമോ? നോക്കൂ, ഇവിടെ അബ്രഹാം തന്റെ ഏകജാതനായ പ്രിയപുത്രനെ യാഗം കഴിക്കാൻ തയ്യാറായി. പക്ഷെ ദൈവം അത് തടഞ്ഞു. പകരം ഒരു ആടിനെ കൊടുത്തു. ശരി. എന്നാൽ കാൽവറിയിൽ പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തു, അവരെ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പകരമായിട്ട് യാഗമായി നൽകാൻ മടിച്ചില്ല. അവിടെ ആരും തടഞ്ഞില്ല. ആരും തടഞ്ഞില്ല. യേശു തന്നെയായിരുന്നു ആ കുഞ്ഞാട്, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോ ഈസാക്ക് വിറകു ചുമന്നതുപോലെ യേശു ക്രൂശ് ചുമന്നു. അതെ, ഈസാക്കിന്റെ ചോദ്യം പോലെ യേശുവിന്റെ നിലവിളി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ടെന്നെ കൈവിട്ടു? അബ്രഹാമിന്റെ അനുസരണം പോലെ യേശു പിതാവിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി കീഴടങ്ങി. അതെ, ആ യാഗമാണ് നമ്മുടെ രക്ഷ. ക്രിസ്തു നമുക്ക് വേണ്ടി എല്ലാം സഹിച്ചു. അതുകൊണ്ട് അബ്രഹാമിനോട് ആവശ്യപ്പെട്ട പോലെ ഒന്നിനെ യാഗം കഴിക്കാൻ ഇന്ന് നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ആ സ്നേഹത്തിന് പകരമായിട്ട് നമ്മുടെ ജീവിതം മുഴുവനായി ദൈവത്തിന് സമർപ്പിക്കാൻ, നമ്മുടെ ഇസ്ഹാക്കുമാരെ സന്തോഷത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു തിരിച്ചറിവ് അത് നമ്മളെ കൂടുതൽ നന്ദിയുള്ളവരാക്കണം, അല്ലേ? തീർച്ചയായും. ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തെ അനുസരിക്കുക, മറ്റുള്ളവരോട് ക്ഷമിക്കുക, ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക, നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ ഒരു യഹോവ ഇരേ സാക്ഷ്യമായി മാറുക. അതെ, ഉൽപ്പത്തി 22 ഒരു പഴയ കഥയല്ല, ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവവചനമാണ്. ശരിയാണ്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ജീവിതത്തിൽ ഒരു മോറിയാമല കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളെ കാണുന്ന, നിങ്ങൾക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട്. അബ്രഹാമിന്റെ ദൈവം യഹോവ ഈരെ ഇന്നും നിങ്ങളുടെയും എന്റെയും ദൈവമാണ്.
ആ ഒരു ഉറപ്പോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല സ്വർഗീയ പിതാവേ, യഹോവായിരേ, ഞങ്ങളെ കാണുകയും ഞങ്ങൾക്കായി കരുതുകയും ചെയ്യുന്ന നല്ല ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിലെ ആ വലിയ വിശ്വാസ പരീക്ഷണത്തെക്കുറിച്ച് ഒരുമിച്ച് ചിന്തിക്കാൻ അങ്ങ് തന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ വിളി കേൾക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാലും അബ്രഹാമിനെപ്പോലെ ഇതാ ഞാൻ എന്ന് പൂർണ്ണ മനസ്സോടെ പറയാനും സമർപ്പിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രിയപ്പെട്ട ഇസ്ഹാക്കുമാരെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ജീവിതത്തിലെ പരീക്ഷണങ്ങളെ ഭയത്തോടെ കാണാതെ അങ്ങയുടെ കരുതൽ തിരിച്ചറിയാനുള്ള അവസരങ്ങളായി കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഓരോ മക്കളെയും അങ്ങയുടെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. മുൾപടർപ്പിലെ ആ ആട്ടുകൊറ്റൊന്നു കാണാൻ അവരെ സഹായിക്കണമേ. എല്ലാറ്റിനുമുപരിയായി ഞങ്ങൾക്കുവേണ്ടി ഏകജാതനായ പുത്രനെ യാഗമായി നൽകിയ അങ്ങയുടെ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ യേശുക്രിസ്തു, അവിടുത്തെ യാഗം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും നന്ദി നിറയ്ക്കട്ടെ. ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരാൻ ഞങ്ങളെ ഉപകരണങ്ങളാക്കണമേ. സകല മഹത്വവും അങ്ങേക്ക്, യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിലെ യഹോവ ഈരെ അനുഭവങ്ങൾ അതൊക്കെ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേ @gmail.com എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതാം. മറക്കരുത്, നമ്മുടെ ഈ ബൈബിൾ പഠന പരമ്പര സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേ എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് കേൾക്കാം. അടുത്ത ആഴ്ച പുതിയൊരു വേദഭാഗവുമായി ഞങ്ങൾ വീണ്ടും എത്താം. അതുവരെ എല്ലാവർക്കും ദൈവകൃപയും സമാധാനവും നേരുന്നു.